ഹായ് ആൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം വിളിക്കുന്നത് ഭഗവാനെ ആയിരിക്കും അല്ലെ? ഇങ്ങനെ ഭഗവാനെ വിളിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് വളരെ വലുതാണ്. മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പോലും നമുക്ക് ഭഗവാനോട് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിനായാലും നമ്മൾ ആദ്യം വിളിക്കുന്നത് ഭഗവാനെ തന്നെ ആയിരിക്കും. ചില ഘട്ടങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കാനായിട്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു വിഷമഘട്ടം തരണം ചെയ്യാനായിട്ട് പലപ്പോഴും നമ്മൾ ഭഗവാന് നേർച്ചകൾ പറയാറുണ്ട്. നമ്മുടെ ഒരു ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കടമ്പയൊന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കുള്ള ആ ഒരു വിഷമഘട്ടത്തെ തരണം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന കാര്യം ഭഗവാനായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടേക്ക് വരാം, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഒരു ദൈവത്തിന് എന്നില്ല, പല ദൈവങ്ങൾക്ക് പല ക്ഷേത്രങ്ങളിൽ അങ്ങനെ നേർച്ചയായിട്ട് പറയാറുണ്ട്. അതിന്റെ ഫലം നമുക്ക് കിട്ടാറുമുണ്ട്. നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിൽ നേർച്ചകൾ പറയുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, നേർച്ചകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും മറന്നു പോകാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഇപ്പോ നമ്മളൊരു നേർച്ച വിചാരിക്കുകയാണ്, എൻ്റെ മകൻ അല്ലെങ്കിൽ മകള് പരീക്ഷയിൽ നല്ല മാർക്ക് ലഭിച്ച് പാസ്സായി കഴിഞ്ഞാൽ ഞാൻ ഇന്ന ക്ഷേത്രത്തിൽ വരും, ഇന്ന ക്ഷേത്രത്തിൽ ആ കുട്ടിയെയും കൂട്ടി വരും എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ആ പരീക്ഷ കഴിഞ്ഞ് ഏറ്റവും അടുത്ത ദിവസം തന്നെ അത് ആ കുട്ടിയെയും കൂട്ടി ആ ക്ഷേത്രത്തിൽ പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഇനി അതുപോലെ തന്നെ നിങ്ങളിപ്പോ ഒരു വീടെടുക്കാൻ ആഗ്രഹിക്കുന്നു, വീടെടുത്തു കഴിഞ്ഞാൽ ഇന്ന ക്ഷേത്രത്തിൽ പോകും എന്ന് നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വീട് പണി കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ അത് പോയി ചെയ്യണം. ഇനി ചില കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ കുഞ്ഞുങ്ങൾക്കുള്ള ചോറൂണായാലും ഈ ക്ഷേത്രത്തിൽ നിന്ന് നടത്താമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അത് നിങ്ങൾക്ക് കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങളത് മറന്നു പോകാനായിട്ട് പാടില്ല. ചില നേർച്ചകൾ നമ്മളൊരു കാലയളവ് പറയുന്നില്ല, നമുക്ക് സാധിക്കുന്ന സമയത്ത് നമ്മൾ വന്ന് ചെയ്യും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നേർച്ചകൾ നേരുന്നത് എന്നുണ്ടെങ്കിൽ സമയം ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് കുറച്ച് ലേറ്റ് ആയിട്ടായാലും ആ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. എന്നാൽ ഒരു കാരണവശാലും ആ കാര്യം മറന്നു പോകാൻ പാടില്ല. അങ്ങനെ മറന്നുപോയി കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. നേർച്ചകൾ മറന്നു പോകുന്ന സമയത്ത് ഭഗവാൻ നിങ്ങളെ പല രീതിയിലായിരിക്കും ഓർമ്മിപ്പിക്കുക. ആ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല. ചില ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത്, ഞാൻ ഇന്ന നേർച്ച പറഞ്ഞിരുന്നു, അത് മറന്നുപോയത് കൊണ്ടാണ് എന്നുള്ളത് ആ സമയത്ത് നമുക്ക് മനസ്സിലായി എന്ന് വരില്ല. അപ്പൊ വീണ്ടും വീണ്ടും നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളൊരു നേർച്ച വിചാരിക്കുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ടും ചെയ്ത് തീർക്കുന്നത് വരെ ആ ഒരു കാര്യം ഒരു കാരണവശാലും മനസ്സിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഞാൻ ഒരു നേർച്ചയുടെ അനുഭവ കഥയൊന്ന് പറയാം. ഗുരുവായൂരപ്പൻ പരീക്ഷിച്ച ഒരു കഥയാണ്. അപ്പൊ കഥ കേൾക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഗുരുവായൂരപ്പൻ ഉണ്ണിക്കണ്ണനാണ്. അതുകൊണ്ട് തന്നെ അല്പം വികൃതി തരങ്ങളൊക്കെ ഭഗവാന്റെ കയ്യിലുണ്ട്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മനസ്സ് തുറന്ന് പറയാൻ സാധിക്കുന്ന ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. അവിടെ പോയി നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അതിന്റെ ഒരു ഫലം ലഭിക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെയാണ് ആ ക്ഷേത്രത്തിൽ ഇത്രയധികം തിരക്ക് അനുഭവപ്പെടുന്നതും. അതുപോലെ തന്നെ ഒരു വട്ടം പോയിരിക്കുന്ന ആൾക്കാർ വീണ്ടും വീണ്ടും ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാനും ഭഗവാനെ കാണാനും ആഗ്രഹിക്കുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. ഉള്ളുരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഉള്ളുരുകി ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഭഗവാനെ കൊണ്ട് സാധിക്കും. അങ്ങനെ ഭഗവാൻ ചെയ്യാറുമുണ്ട്. എന്നെ ഒരു അമ്മയാണ് കേട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവരാണ് ഈ ഒരു അനുഭവ കഥ പറഞ്ഞത്. ശരിക്കും കേട്ടപ്പോ കണ്ണു നിറഞ്ഞുപോയി. ഭഗവാന്റെ ഓരോ ലീലാവിലാസങ്ങളാണ് ഇതൊക്കെയും. ഭഗവാനെ വിശ്വസിക്കുന്നവരെ ഒരിക്കലും ഭഗവാൻ കൈവിടില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അനുഭവമുള്ള കാര്യമായിരിക്കും. ഈ അമ്മയുടെ മകള് 9 മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വീടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളത്തിൽ ചവിട്ടി വഴുതി വീഴുകയുണ്ടായി. വഴുതി വീണ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഡോക്ടർമാരൊക്കെ അപ്പോൾ ആ ഒരു സമയത്ത് പറയുകയുണ്ടായി, പുറമേ കാണത്തക്ക രീതിയിലുള്ള പരിക്കുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഉള്ളിലെ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്നുള്ളത്. ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിന് ഒരു തരത്തിലുള്ള അപകടങ്ങളും വരുത്തരുതെന്നും ആയുരാരോഗ്യത്തോടെ ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാല്
ചെയ്യാമെന്ന് പറഞ്ഞ് ഒരുപാട് വഴിപാടുകൾ, നേർച്ചകൾ ആ അമ്മ മനസ്സിൽ പ്രാർത്ഥിക്കുകയുണ്ടായി. കുടുംബക്ഷേത്രത്തിലെ ചോറൂണ് മുതൽ ഗുരുവായൂരപ്പന്റെ നടയില് ആ കുഞ്ഞിനെയും കൊണ്ട് വന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞതടക്കം ഒരുപാട് നേർച്ചകൾ ആ അമ്മ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഈ അമ്മയുടെ മകള് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. പൂർണ്ണ ആരോഗ്യവതിയായിട്ടുള്ള, യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത, ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു കുഞ്ഞിനെ തന്നെ ദൈവം അവർക്ക് നൽകി. കുഞ്ഞിനെ 6 മാസം കഴിഞ്ഞാലാണല്ലോ ക്ഷേത്രത്തിലൊക്കെ കൊണ്ടുപോകുന്നത്. അങ്ങനെ 6 മാസം ആദ്യത്തെ ചോറൂണ് കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടത്തിയ ശേഷം മറ്റു പല നേർച്ചകളും നടത്താനായിട്ടുള്ള ഓട്ടമായിരുന്നു. ഈ അമ്മയും നേർച്ചകൾ നേർന്നിട്ടുണ്ടായിരുന്നു, കുഞ്ഞിന്റെ അമ്മയും നേർച്ചകൾ നേർന്നിട്ടുണ്ടായിരുന്നു, കുഞ്ഞിന്റെ അച്ഛൻ നേർച്ചകൾ നേർന്നിട്ടുണ്ടായിരുന്നു, അച്ഛന്റെ അമ്മ നേർച്ചകൾ നേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും നേർച്ചകൾ തീർക്കാനുള്ള ഒരു തിരക്കിലായിരുന്നു അവർ ആ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ ചിലതെങ്കിലും വിട്ടുപോയത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. എന്നാൽ പ്രശ്നം വരുന്നത് അവിടെയൊന്നുമല്ല. കുഞ്ഞ് നടക്കേണ്ട സമയമായിട്ടും നടന്നു തുടങ്ങിയിട്ടില്ല. കാലിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ നടക്കാനായിട്ട് കാല് താഴെ വയ്ക്കുന്ന സമയത്ത് കാല് കുഴഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് കണ്ടു തുടങ്ങിയത്. അപ്പൊ ഇവര് വീണ്ടും ഹോസ്പിറ്റലൊക്കെ കാണിച്ച സമയത്ത് പലതരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്തു. കുട്ടിക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. പല ടെസ്റ്റുകൾ നടത്തിയെങ്കിലും അതിലൊന്നിലും തന്നെ കാലിന് അങ്ങനെയൊരു പ്രശ്നമുള്ളതായിട്ട് കണ്ടെത്താൻ ഡോക്ടർമാർക്കും സാധിച്ചില്ല. കുട്ടി ഇരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്, ഇരിക്കുന്ന സമയത്ത് കാല് ശക്തിയിൽ തന്നെ വെക്കുന്നുണ്ട്, മുട്ടിൽ ഇഴയുന്നുണ്ട്. പക്ഷെ നടക്കാനായിട്ട് എഴുന്നേറ്റ് നിർത്തുന്ന സമയത്ത് കാല് കുഴഞ്ഞു പോകുന്നത് പോലെ, കാലിന് ബലമില്ലാത്തൊരവസ്ഥയാണ് കണ്ടു തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് ഈ കുട്ടിയുടെ കാലിന്റെ കാര്യത്തിനായി ഇവരുടെ ഓട്ടം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ പറയുന്നത് അനുസരിച്ച് ഓരോ ഡോക്ടറിനെ പോയി കാണിക്കുന്നു, ആയുർവേദം പരീക്ഷിക്കുന്നു. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റവും ഈ ഒരു കാര്യത്തിൽ കാണാനായിട്ട് സാധിച്ചില്ല. എല്ലാവരും വളരെയധികം വിഷമത്തിലായിരുന്നു. ആ ഒരു സമയത്താണ് എല്ലാവരും ആലോചിക്കുന്നത്, അന്ന് 9ാം മാസത്തില് വീണത് കൊണ്ടാവാം ചിലപ്പോൾ കുഞ്ഞിന് കാലിന് ഇങ്ങനെയുള്ള പ്രശ്നം വന്നത്. ആ കാര്യങ്ങളൊക്കെയും ചർച്ചയായി ഉരുത്തിരിഞ്ഞു വന്നെങ്കിലും മറന്നുപോയ ഒരു നേർച്ചയെ പറ്റി ആർക്കും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അടുത്ത വീട്ടിലെ കുട്ടിയുടെ ചോറൂണിനായിട്ട് ഗുരുവായൂരിലേക്ക് പോകുന്ന സമയത്ത് ഇവരുടെ വീട്ടിലേക്ക് അവർ വന്ന് ചോറൂണാണ്, ഗുരുവായൂരിലേക്ക് പോവുകയാണ് എന്നുള്ളത് പറയുന്ന സമയത്താണ് ഈ അമ്മയ്ക്ക് ഓർമ്മ വരുന്നത്, ഞാനും എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരാമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അത് ആ ഒരു കാര്യം കൊണ്ടാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കുഞ്ഞിന് വന്നത് എന്നുള്ളത് അപ്പോഴും അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിട്ടില്ല. ഈ അമ്മ നോർമലി ആ ഒരു ക്ഷേത്രത്തിലും കൂടെ പോകണമെന്ന് അയ്യോ അന്നേ ഞാൻ വിചാരിച്ചതായിരുന്നു, എന്നാൽ ഈ ഒരു സമയം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊന്ന് പോകാം എന്നുള്ളൊരു ധാരണയിൽ നിൽക്കുകയും അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ മകളുമായിട്ട് ഈ കാര്യം പറഞ്ഞ സമയത്ത് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഉണ്ണിക്കണ്ണന്റെ അടുത്തേക്ക് ഈ കുഞ്ഞിനെയും കൊണ്ട് ഇവർ പോവുകയാണ് ചെയ്തത്. ഇവര് ഒരു ദിവസം വൈകുന്നേരമാണ് ക്ഷേത്രത്തിൽ എത്തുന്നത്. നല്ല ക്യൂ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വൈകുന്നേരം അവിടെ റൂം എടുത്ത് രാവിലെ തൊഴാം എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുകയും വെറുതെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് ക്ഷേത്രത്തിലേക്ക് ഒന്ന് വന്ന് പുറത്തു നിന്നൊന്ന് തൊഴുതു പോകാം എന്ന് വിചാരിച്ച് ഇവർ പുറത്തേക്ക് വന്ന് നാലമ്പലത്തിന്റെയും പുറത്തായിട്ട് നിന്ന് തൊഴുന്ന സമയത്ത് കുട്ടി നിലത്തേക്ക് ഇറങ്ങാൻ, കുട്ടിയെ എടുത്തിട്ട് ഉണ്ടായിരുന്നത് കുട്ടിയുടെ അച്ഛൻ. കുട്ടി നിലത്തേക്ക് ഇറങ്ങാനായിട്ട് കരയുകയും കുട്ടിയെ നിലത്തേക്ക് ഇറക്കി അവിടെ ഇരുത്തിക്കുകയും ചെയ്തു. ഇരുത്തിച്ച് ഇവർ പ്രാർത്ഥിക്കുന്ന സമയം ഈ കുട്ടിയുടെ അച്ഛന്റെ മുണ്ടില് പിടിച്ച് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ശരിക്കും എല്ലാവരെയും അതിശയിപ്പിച്ച ഒരു കാര്യമായിരുന്നു അത്. അച്ഛന്റെ മുണ്ട് പിടിച്ച് എഴുന്നേറ്റ് നിന്ന ആ കുട്ടി പിന്നീട് അമ്മയുടെ അടുത്തേക്ക് നടക്കുകയും ചെയ്തു. ശരിക്കും എല്ലാവർക്കും വളരെയധികം സന്തോഷമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു അത്. പൂർണ്ണ ആരോഗ്യത്തോടെ കുഞ്ഞിനെ തന്നു കഴിഞ്ഞാല് കുഞ്ഞിനെ ഭഗവാനെ കൊണ്ട് കാണിക്കാം എന്നുള്ള ഒരു കാര്യം ഈ അമ്മ നേർച്ചയായിട്ട് പറഞ്ഞത് ആ ഒരു സമയമാണ് ഈ അമ്മയ്ക്ക് ഓർമ്മ വരുന്നത്. ഭഗവാൻ തന്നെ ആ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയതാണ്. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നു കഴിഞ്ഞാൽ ഭഗവാനെ കൊണ്ട് കാണിക്കാം എന്ന് പറഞ്ഞത് ഇത്രയും പെട്ടെന്ന് മറന്നുപോയതിലുള്ള പരിഭവം തന്നെയാണ് ഭഗവാൻ അന്ന് കാണിച്ചത്. എന്നാൽ ആ കുഞ്ഞുമായി ആ അമ്മ വൈകിയാണെങ്കിലും വന്നപ്പോ ഒരു പരിഭവവും കാണിക്കാതെ ഭഗവാൻ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ചു. ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ പറയുന്ന നേർച്ചകൾ മറന്നു പോകാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നേർച്ചകൾ ചെയ്യാൻ ഒരല്പം കാലതാമസം ഉണ്ടാവുന്നത് വലിയ തെറ്റൊന്നുമല്ല. അതൊക്കെ ഭഗവാൻ അങ്ങ് ക്ഷമിക്കും. പക്ഷെ നിങ്ങൾക്കത് ഓർമ്മയുണ്ടായിരിക്കണം.
അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള നേർച്ചകൾ നിങ്ങൾക്ക് അല്പം ലേറ്റ് ആവുന്നുണ്ട്, പെട്ടെന്ന് പോയി ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള ഘട്ടത്തില് ആ ഒരു ക്ഷേത്രത്തിലേക്ക് ആരെങ്കിലും പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒന്നെങ്കിലും നാണയമോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു വിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടേക്ക് ഇടാനായിട്ട് പറയുക. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ അത് ഏൽപ്പിക്കുക. നിങ്ങൾ ഇത് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു നാണയം പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഭഗവാനെ, ഞാൻ വരുന്നതായിരിക്കും, എൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് എനിക്ക് വരാൻ സാധിക്കാത്തത്, മറന്നു പോയിട്ടില്ല എന്നുള്ളത് ഭഗവാനെ ഒന്ന് ഓർമ്മിപ്പിക്കുക. എല്ലാ ഘട്ടങ്ങളിലും നമ്മളോടൊപ്പം നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭഗവാൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഭഗവാന് നേർച്ചകൾ പറയുന്ന സമയത്ത് അത് ഓർത്തു വയ്ക്കാൻ കൂടി ഒന്ന് ശ്രമിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിനി ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.